നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ ദശമസ്കന്ധം 87-ാം അധ്യായം ശ്രുതിഗീത ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 24-ാം ശ്ലോകം വരെയാണ് വ്യാഖ്യാനിച്ചത് തോന്നുന്നു. 25-ാം ശ്ലോകം വ്യാഖ്യാനിക്കണം. നമുക്ക് ശ്രുതിഗീത മാത്രം പാരായണം ചെയ്യാം. 14-ാം ശ്ലോകം മുതൽ 41-ാം ശ്ലോകം വരെ 28 ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 87-തമോऽധ്യായഃ. ശ്രുതയ ഊചുഃ ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധസമസ്തഭഗഃ അഗജഗദോഗസാം അഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരദോനുചരന്നിഗമഃ ബൃഹദുപലബ്ധമേതദവജന്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദിവാ വികൃതാത് അദർശയോ ദദുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ഇതി തവ സൂരയസ്ത്ര്യധിപദേ കില ലോകമലക്ഷപണ കഥാമൃതാബ്ദിമവഗാഹ്യ തപാംസി ജഹുഃ കിമുത പുനഃ സ്വധാമ വിദുദാശയ കാലഗുണാഃ പരമഭജന്തി യേ പരമജസ്രസുഖാനുഭവം ധൃതയ ഇവ ശ്വസന്ധ്യസുഹൃദോ യതി തേ അനുവിധാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹദഃ പുരുഷവിദോന്വയോത്ര ചരമുന്നമയാദിഷു യഃ സദസദഃ പരം ത്വമദയദേഷവശേഷമൃതം ഉദരമുപാസത്തെ ഋഷിവത്മസു കുർപ്പദൃശഃ പരിസരബദ്ധതിം ഹൃദയമാരുണയോദഹരം തദൗദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതന്തമുഖേ സുകൃതവിചിത്രയോനിഷു വിശന്നിബഹേതുതയാ തരതമതശ്ചകാസ്യനലവത് സുകൃതാനുകൃതിഃ അധ വിദദാസ്വമുഷ്വവിദദം തവ ധാമ സമം വിരജതിയൊന്വയന്ത്യപി വിപണ്യവയേകരസം സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതെങ്ക്രിമഭവം ഭുവി വിശ്വസിതാഃ ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോഃ
ചരിതമഹാമൃതാബ്ധിപരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപി സ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ ത്വദനുപദം കുലായം ഇദമാത്മസുഹൃത്പ്രിയവത് ചരതി യതോ തദോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദ രമന്ത്യഹോ അസതുമാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃദഃ നിഭൃതമരുത്മനോക്ഷദൃഢയോഗയുജോ ഹൃദി യത് മുനയ ഉപാസത്തെ തദരയോഭിയയുസ്മരണാത് സ്ത്രിയൗരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമാസമദൃശോऽङ्घ्रिसरोजसुदाः कैहनु वेदपदावरजन्मलयोग्रसरं यत उदगात् ऋषिर्यमनुदेवगणा उभये तर्हि न सन्न चासदुभयं न च कालजवः किमपि न तत्र शास्त्रमवकृष्य शयीत यदा जनिमसतः सतो मृतिमुतात्मनि ये च भिदां विपणमृतं स्मरन्त्युपदिशन्दित आरुपितैः त्रिगुणमयः पुमानिति भिदा यदबोधकृता त्वयि न ततः परत्र स भवेदवबोधरसे सदिव मनस्त्रिवृत्त्वयि विभात्य सदा मनुजाद् सदभिमृशन्त्यशेषमिदमात्मतयात्मविदः न हि विकृतिं त्यजन्ति कनकस्य तदात्मतया सुकृतमनुप्रविष्टमिदमात्मतया वसितम् तव पर्येचरन्त्यखिलसत्त्वनिकेततया तौ तपदाक्रमन्त्यविगणय्य शिरो निरुदेः परिवयसे पशूनिव गिरा विबुधानभितान् त्वयि कृतसौहृदात् खलु पुनन्ति न ये विमुगाः त्वमकरणस्वराडगिलकारकशक्तिधरः तव बलिमुद्वहन्ति समदन्त्यजया निमिषाः वर्षभुजोऽखिलक्षितिपतेरिव विश्वसृजो विदधति यत्र ये त्वधिकृता भवतश्चकिताः स्थिरचरजातयस्यु अजयोक्तनिमित्तयुजो विहर उदीक्षया यदि परस्य विमुक्त ततः न हि परमस्य कश्चिदपरो न परश्च भवेद वियतैवापदस्य तव शून्यतुलं दददः अपरिमिता ध्रुवास्तनुभृतो यदि सर्वगदाः तर्हि न शास्यदेति नियमो ध्रुवनेतरधाम् अजनिचयन्मयं तदविमुच्य नियन्द्र सममनुजानतां यदमदं मददुष्टतया न घटत उद्भवः प्रकृतिपूरुषयोरजयोः उभययुजा भवन्त्यसुभृतो जलबुद्बुदवद त्वयि तयि मे ततो विविधनामगुणैः परमे सरिदैवार्णवे मधुनिलिल्लुरशेषरसाः नृषु तव मायया भ्रमममीश्वभगत्य भृशं त्वयि सुधियो भवेददति भावमनुप्रभवम् कथमनुवर्ततां भवभयं तव यद्भृगुडिः सृजति मुहुस्त्रिणेमिरभवत्शरणेषु भयं विजितहृषीकवायुभिरदन्दमनस्तुरगं यैह यदन्दियन्तुमतिलोलमुपायघितः व्यसनशतान्विता समवहाय गुरोश्चरणं वणिजैवाच सन्ध्यकृतकर्णधरा जलदौ स्वजनसुतात्मदारधनधामधरासुरदैः त्वयि सदि किं नृणां श्रयद आत्मनि सर्वरसे इति सदजानतां मिथुनतो रतये चरतां सुगयदि कोन्विह स्वविहते स्वनिरस्तभगे भुवि पुरुपुण्यतीर्थसदनानि ऋषयो विमदास्तौत भवल्पदाम्बुजहृदो गपिदङ्घ्रिजलाः ददति सकृन्मनस्त्वय्य आत्मनि नित्यसुगे न पुनरुपासते पुरुषसारहरावसधान्
സതയിതമുത്ഥിതം സദിതി ചേന്നനു തർക്കഹദം വ്യഭിചരതി ക്വച ക്വച മൃഷാന തദോഭയയുഗം വ്യവഹൃതയേ വികൽപയിഷിതൊന്ധപരംപരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജടാൻ നയതിതമഗ്ര ആസന ഭവിഷ്യതോ നിധനാദ് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിതതമനോവിലാസമൃതമിത്യവയന്ത്യബുധാഃ സയദജയാ ത്വജാ മനുഷ്യഗീത ഗുണാംശ്ച ജുഷൻ ഭജതി സരൂപദം തദനു മൃത്യുമപേത ഭഗഃ ത്വമുത ജഹാസിതാമഹിരിവത്വജമത്തഭഗോ മഹസി മഹീയശ്രേഷ്ഠഗുണിതേ പരിമേയ ഭഗഃ യദി ന സമുദ്ദരം വിയതയോ ഹൃദി കാമജടാ ദുരധിഗമോ സതാം ഹൃദി ഗതോ സ്മൃതകണ്ഡമണിഃ അസുതൃപയോഗിനാം ഉഭയതോപ്യസുഖം ഭഗവൻ അനഭഗദാന്തകാത് അനതിരൂഢപദാദ്ഭവതഃ ത്വദവഗമീന വ്യക്തി ഭവതുത്ത ശുഭാശുഭയോഃ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതം ച ഗിരഃ അനിയുഗമന്വഹം സഗുണഗീതപരംപരയാ ശ്രവണഭൃദോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ദ്യുപദയ ഏവ തേന യയുരന്തമനന്തദയാ ത്വമപി യദന്തരാണ്ഡനിജയാനനുസാവരണാഃ കൈവരജാംസി ബാന്തി വയസാ സഹ യശ്രുതയഃ ത്വയി ഹി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗ ശ്രുതിഗീതയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായമാണ് ശ്രുതിഗീത. അതിൽ നമ്മളിപ്പോൾ 9ാമത്തെ ക്ലാസ്സായി. 8 ക്ലാസ്സുകൾ കഴിഞ്ഞു. ആ 8 ക്ലാസ്സുകളെ കൊണ്ട് ആദ്യത്തെ 24 ശ്ലോകങ്ങൾ കഴിഞ്ഞു. നമ്മൾ രാവിലെ 23ഉം 24ഉം ശ്ലോകങ്ങളാണ് കണ്ടത്. 22ാം ശ്ലോകത്തിൽ നല്ലൊരു മനുഷ്യജന്മം, ദുർലഭമായ മനുഷ്യജന്മം കിട്ടി ഈശ്വരാഭിമുഖമായി ജീവിക്കാത്തവരുടെ ജന്മം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്, പാഴായി പോവുകയാണ് എന്നുള്ള ആശയം വിശദമാക്കി. അതിനുശേഷം 23ാമത്തെ ശ്ലോകത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭഗവാനെ ഭജിക്കുന്നത്. ഭഗവാന് എല്ലാ ഭജനവും സമമാണ്. നിങ്ങൾ എങ്ങനെ ഭജിച്ചാലും യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ആരെന്നെ ഏത് ഭാവത്തിൽ, ഏത് രീതിയിൽ, ഏത് സാധനയിലൂടെ ഉപാസിച്ചാലും എനിക്കെല്ലാം സമ്മതമാണ്. ഏതെങ്കിലും പ്രകാരത്തിൽ നിങ്ങൾ ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കുക. തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേ. മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതി. അല്ല, എന്താ പ്രതിജാനേ പ്രിയോസിമേ. അപ്പോൾ
നന്നായി അടക്കിയ പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളോടും കൂടി യോഗമനുഷ്ഠിക്കുന്ന, ദൃഢമായ യോഗമനുഷ്ഠിക്കുന്ന മുനികൾ ഹൃദയത്തിൽ യാതൊന്നിനെ ഉപാസിക്കുന്നുവോ അതുതന്നെയാണ് ശത്രുക്കളായിട്ടുള്ളവരും സ്മരണത്തിലൂടെ പ്രാപിക്കുന്നത്. ശിശുപാലാദികളെല്ലാം അതേ ഭഗവാനെ ശത്രുതയോടെ സ്മരിച്ച് സ്മരിച്ച് ഭഗവാനെ പ്രാപിച്ചു. അതുപോലെ ഭഗവാന്റെ ആ നീണ്ടുരുണ്ട ഉരകേന്ദ്ര ഭോഗ ഭുജതണ്ഡ വിഷക്ത ദിയ, ആ കൈകളിൽ ആസക്തിയോടുകൂടിയവരായ സ്ത്രീകള്, ഗോപസ്ത്രീകള്, അതുപോലെ തന്നെ സമദൃഷ്ടികളായ മഹാത്മാക്കൾ, അതുപോലെ ഭഗവാന്റെ പാദകമലങ്ങളെ ഭജിക്കുന്നവരായ ഞങ്ങളും, ഇവിടെ ശ്രുതി തന്നെ, ശ്രുതി ദേവതകൾ തന്നെ പറഞ്ഞു, ഞങ്ങളും അങ്ങേക്ക് സമാഹ തുല്യരാകുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ആർക്ക് ഭഗവാനെ നന്നായിട്ട് അറിയാൻ കഴിയും? കാരണം എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവനും എല്ലാം ഇല്ലാതായാലും ശേഷിക്കുന്നവനും ആകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും വന്നു പോകുന്നതായിട്ടുള്ള ആർക്കെങ്കിലും ആ മുമ്പേ ഉണ്ടായിരുന്ന അഗ്രേസരനും ശേഷിക്കുന്നവനുമായ ഭഗവാനെക്കുറിച്ച് അറിയാൻ കഴിയുമോ? ആ ബ്രഹ്മദേവൻ പോലും പിന്നീടുണ്ടായതാണ്. മറ്റ് ദേവന്മാരെല്ലാം ബ്രഹ്മദേവന്റെ പുറകെ ഉണ്ടായവരാണ്. അത് ദേവന്മാർ രണ്ട് പ്രകാരത്തിലുണ്ട്. ഒന്ന് ആധ്യാത്മിക ദേവതകൾ, മറ്റൊന്ന് ആദി ദൈവിക ദേവതകൾ. ഈ രണ്ടു കൂട്ടരും ബ്രഹ്മദേവന് ശേഷം അനുഭവിച്ചവർ അഥവാ പിന്നീടുണ്ടായവർ ആണ്. അപ്പോൾ അവർക്കൊന്നും ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ സാധ്യമല്ല. ഇനി പ്രളയകാലത്ത് എല്ലാം അങ്ങയിലേക്ക് അവകർഷ്യ ശയീത, എല്ലാറ്റിനെയും അവകർഷിച്ച് അഥവാ ഉള്ളിലേക്ക് ആകർഷിച്ച് വലിച്ച് എല്ലാം അതിൻ്റെ സൂക്ഷ്മരൂപത്തിലാക്കി അങ്ങ് ശയിക്കും. ആ സമയത്ത് തത്ര ന സത്ത് ന അസത്ത്, അവിടെ സത്വമില്ല അസത്വമില്ല, അഥവാ സ്ഥൂലവുമില്ല സൂക്ഷ്മവുമില്ല, കാരണവുമില്ല, എന്നുവെച്ചാൽ ഉഭയം രണ്ടുമില്ല. സത്തസത്തുകളായിട്ടുള്ള ഭാവങ്ങളും ഇല്ല. അഥവാ ശരീരം, ഇന്ദ്രിയങ്ങൾ മുതലായവ, മനസ്സ്, ബുദ്ധി മുതലായിട്ടുള്ള സൂക്ഷ്മതത്വങ്ങളോ അവയുടെ വികാരങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ കാലജവവും കാലത്തിന്റെ വേഗതയും അവിടെ ഇല്ല. ശാസ്ത്രം, അവിടെ ശാസ്ത്രവും പ്രവർത്തിക്കുന്നില്ല. കാരണം ആ പ്രളയകാലത്ത് ഭഗവാൻ ഏകനായിരിക്കുന്ന അവസ്ഥയാണ്. ഏകനായിരിക്കുന്നിടത്ത് ഒരു പ്രശ്നവും ഇല്ല. ദ്വിതീയാദ്വൈ ഭയം ഭവതി, രണ്ടുണ്ടാകുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. അപ്പോഴാണ് ശാസ്ത്രങ്ങളൊക്കെ ആവശ്യം. രണ്ടിലാണ് കാലം ഉള്ളത്. ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരമാണ് കാലം. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ജ്ഞാനം കൊണ്ട് അറിയാൻ പ്രയാസമാണ്. അല്പബുദ്ധികൾക്ക് അറിയാൻ പ്രയാസമാണ്. കാലത്തിൽ ഉത്ഭവിച്ച് കാലത്തിൽ നശിക്കുന്നവരായ പരിമിത ബുദ്ധികൾ, അവർക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധ്യമല്ല. അപ്പോൾ ബ്രഹ്മദേവനോ ദേവന്മാർക്കോ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 25-ാം ശ്ലോകത്തിൽ പിന്നീടുണ്ടായ പല ഋഷികൾ മുഹ്യന്തിയത് സൂരയ, സൂരികൾ പോലും ഏതൊരു വിഷയത്തിൽ മോഹിക്കുന്നുവോ അല്ലേ? ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ, ഈ ആശയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് മുഹ്യന്തിയത് സൂരയ, സൂരികൾ പോലും ഏതൊരു സത്യവിഷയത്തിൽ മോഹിക്കുന്നുവോ, ഇന്നതാണ് സത്യം എന്ന് പലരും പല രീതിയിൽ പറഞ്ഞ് ഷാഢ്യം പിടിക്കുന്നു. ഞങ്ങൾ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറയും പോലെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരും അജ്ഞാനമാകുന്ന ഭ്രമത്തിലാണ്. അപ്പോൾ പിന്നെ ആ വഴിക്ക് പോണോ? അതേ ആളുകളുടെ ഭ്രമിച്ചിരിക്കുന്നവരുടെ ശിഷ്യത്വം സ്വീകരിക്കണോ? അതോ ഭക്തിപൂർവം ഭഗവാനെ ഭജിച്ച്
ഹൃദയം നിർമ്മലമാക്കി അഹങ്കാരത്തെ ശമിപ്പിച്ച് ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനെ അറിയണമോ? ഭഗവാന്റെ കൃപ കൊണ്ടേ ഭഗവാനെ അറിയാൻ കഴിയൂ. ഭഗവാന്റെ കൃപ വേണമെങ്കിൽ വിനയം വേണം, ദൈന്യം വേണം, ശരണാഗതി വേണം. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ആരാണോ ആ ഈശ്വരനെ തന്നെ വരിക്കുന്നത്, ആരെയാണോ ഈശ്വരൻ വരിക്കുന്നത്, അങ്ങനെ ആ ഒരു പരസ്പര വരണം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും വരിക്കണം. ഭഗവാനെ മാത്രം മതി എനിക്ക്, ഭഗവാനെ അറിഞ്ഞാൽ മതി എന്നുള്ളതായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ആരിലാണോ ഉള്ളത് അവരാണ് ഭഗവാനെ വരിക്കുന്നവർ. അങ്ങനെ ഭഗവാനെ മാത്രം വരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഭഗവാൻ അവരെ സ്വീകരിക്കുന്നു, അവരെ വരിക്കുന്നു, അവരെ തൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹിക്കുന്നു. അവർക്ക് ഭഗവാൻ തൻ്റെ സ്വരൂപത്തെ ദർശിപ്പിച്ചു കൊടുക്കുന്നു. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. അല്ലാതെ നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുദാ ശ്രുതേന. വലിയ പ്രവക്താവാണ്, പ്രഭാഷകനാണ്, പണ്ഡിതനാണ്, നല്ല മേധാവിയാണ്, ധാരാളം വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, സകല ശാസ്ത്രങ്ങളിലും നിപുണനാണ് എന്നൊക്കെ ചിന്തിച്ചാൽ അതെല്ലാം അഭിമാനമാണ്, അഹങ്കാരമാണ്, സത്യത്തിനെ ആവരണം ചെയ്യുന്നതാണ്. സത്യത്തെ മറയ്ക്കുന്ന ഭാവങ്ങളാണ് ഈ അഭിമാനങ്ങളെല്ലാം. ഞാൻ ഇന്ന വേദങ്ങൾ പഠിച്ചു, ഞാൻ ചതുർവേദിയാണ്, ഞാൻ എന്താ പറയുക ഷഡ്ശാസ്ത്ര വിശാരദനാണ്, ഞാൻ ദ്വാദശ ദർശന പണ്ഡിതനാണ്, ഇങ്ങനെയൊക്കെയുള്ള അഭിമാനങ്ങൾ, ഓരോ അഭിമാനവും തടസ്സങ്ങളാണ്, കട്ടി കൂടി കൂടി വരികയാണ്. ഈശ്വരനും നമ്മളും തമ്മിലുള്ള വലിയ മതിൽക്കെട്ട്, ഈശ്വരനിൽ നിന്നും നമ്മളെ അകറ്റുന്ന മതിൽക്കെട്ടുകളായി മാറും ഈ അഭിമാനങ്ങളെല്ലാം. അപ്പോൾ പാണ്ഡിത്യത്തിന് വേണ്ടിയല്ല നമ്മൾ ശാസ്ത്രങ്ങൾ ശ്രവിക്കേണ്ടത്, പഠിക്കേണ്ടത്. പിന്നെയോ സത്യമറിയാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്ര ശ്രവണ മനന നിധിധ്യാസനങ്ങൾ. ആ പരമസത്യത്തെ സംശയരഹിതമായിട്ട് അറിയാൻ വേണ്ടി, ഉൾക്കൊള്ളാൻ വേണ്ടി, അതോടൊപ്പം ഗുരുവിലും ഈശ്വരനിലും ശരണാഗതി ഭാവം, വിനയം പരിപൂർണമായി ഉണ്ടാവണം. അപ്പം മാത്രമേ ഈ വസ്തു തെളിഞ്ഞു കിട്ടുള്ളൂ. അതുവരയ്ക്ക് എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും എത്ര തന്നെ കഴിവുകളുണ്ടെങ്കിലും അതിൻ്റെ അടുത്തെത്താൻ ആവില്ല, ഈ സത്യത്തിൻ്റെ അടുത്ത് എത്താനാവില്ല. അപ്പം അതാണ് എല്ലാ ഉപനിഷത്തുക്കളും പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഇവിടെ ഭാഗവതം സംഗ്രഹിച്ച് പറയുന്നു. ജനിമസതസ്സതോ മൃതിമുതാത്മനി യേ ച ബിതാം വിപണമൃതം സ്മരന്ത്യുപദിശന്തിത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിതി ഭിദായദബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദവബോധരസേ. ജനിമസതസ്സതോ മൃതിമുതാത്മനി യേ ച ബിതാം വിപണമൃതം സ്മരന്ത്യുപദിശന്തിത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിതി ഭിദായദബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദവബോധരസേ. ജനിം അസതഃ സതഃ മൃതിം ഉത ആത്മനി യേ ച ബിതാം.
വിപണം ഋതം സ്മരന്തി ഉപദിശന്തി തേ ആരൂപിതൈഹി. ഇവിടെ അസതഃ ജനി സതഃ, അസത്തിന്റെ ജന്മം സത്തിൽ നിന്നാണ് എന്ന് ചിലർ പറയുന്നു. അസതഃ ജനി, അസത്തിന്റെ ജന്മത്തെക്കുറിച്ചും, സതഃ മൃത്യും ഉത, സത്തിന്റെ മൃത്യുവിനെക്കുറിച്ചും സത്തിന്റെ നാശത്തെക്കുറിച്ചും ഏ ആത്മനി വിദാ വിപണം, ആരാണോ ആത്മാവിൽ ഭേദമുണ്ട് എന്നും, അതുപോലെ വിപണം ഋതം ച, കർമ്മഫല വ്യവഹാരം ഇടപാടുകൾ അത് സത്യമാണെന്നും സ്മരന്തി, ഒന്നിച്ച് സ്മരന്തി. ഇവരൊക്കെ അസതഃ ജനീതി കേചിത് സ്മരന്തി, സതഃ മൃതിം ഉത കേചിത് സ്മരന്തി, ആത്മനി വിദാം കേചിത് സ്മരന്തി, വിപണം ഋതം ഇതി കേചിത് സ്മരന്തി. അങ്ങനെ അന്വയിക്കാം. ചിലര് അസത്തിന് ജനിയുണ്ടെന്നും, ചിലര് സത്തിന് മൃതിയുണ്ടെന്നും, ചിലര് ആത്മാവിൽ ഭേദമുണ്ടെന്നും, ചിലര് കർമ്മഫല വ്യവഹാരം സത്യമാണെന്നും സ്മരിക്കുന്നു. അപ്പം ഇത് ഓരോരോ ദാർശനികന്മാരാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അസതഃ ജനിം കേചിത് സ്മരന്തി, അസത്തിന് ജന്മമുണ്ട് എന്ന് ചിലർ സ്മരിക്കുന്നു. ഇവിടുത്തെ ചിലരാരാണ്? വൈശേഷികന്മാര്. വൈശേഷികന്മാര് ഈ ജഗത്തിന് സത്യത്വം കൽപ്പിക്കുന്നു. അസത്താണ് വാസ്തവത്തിൽ ഈ ജഗത്ത്, മൂന്ന് കാലത്തും ഇല്ലാത്തതാണ്. അപ്പോൾ അസത്തായിരിക്കുന്ന ഈ ജഗത്ത് അത് കാരണത്തിൽ നിന്ന്, അണുവാകുന്ന കാരണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള വൈശേഷികന്മാർ അവർ തർക്കിച്ചുകൊണ്ടേ ഇരിക്കണു ആ വിഷയത്തിൽ. അപ്പൊ ഇല്ലാത്തത് ഉണ്ടാകുന്നു, മുമ്പുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ട് എന്നുള്ള സത്യത്തെയാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ജഗത്തിനെ സംബന്ധിച്ച്. അപ്പോൾ വൈശേഷികന്മാർ അസത്തിന്റെ ജന്മത്തെ സാധൂകരിക്കുന്ന വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. അതുപോലെ സതഃ മൃത്യും ഉത, ചിലര് സത്തിന്റെ മൃതി, സത്തായിരിക്കുന്ന വസ്തുവിന്റെ നാശത്തെക്കുറിച്ച്, ഇവിടെ സത്തായിട്ട് അവർ പറയുന്നത് 21 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 21 ദുഃഖങ്ങളെക്കുറിച്ച് അതിന് നാശമുണ്ട് എന്ന് പറയുകയാണ്. സത്തായിരിക്കുന്ന 21 ദുഃഖങ്ങൾ, അതാണ് പരമപുരുഷാർത്ഥം. ഈ ദുഃഖങ്ങളുടെ നാശമാണ് പരമപുരുഷാർത്ഥം, ഈ 21 ദുഃഖങ്ങളുടെ നാശം. അപ്പോൾ അതാണ് സതഃ മൃത്യും സ്മരന്തി, അതാണ് മോക്ഷം, ഇതാണ് പരമം. അപ്പം ഇവിടെ ഈ 21 ദുഃഖങ്ങൾ എന്ന് പറയുന്നത് അവർ പറയുന്നത് നൈയായികന്മാരാണ്. നൈയായികന്മാര് 21 ദുഃഖങ്ങളായിട്ട് പറയുന്നത് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ശ്രോത്രേന്ദ്രിയം, ത്വക്കിന്ദ്രിയം, ചക്ഷുരിന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, ഈ 5 ദുഃഖങ്ങളാണ്. ഇത് കാരണമായിട്ട് ദുഃഖം വരികയാണല്ലോ. അതുപോലെ മനസ്സ്, അതുപോലെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അനുഭവം, കേൾക്കല്, സ്പർശിക്കല്, കാണല്, സ്വാദറിയല്, വാസനിക്കല്, അതുപോലെ മനസ്സിന്റെ ധർമ്മമാണ് സങ്കല്പം. അപ്പോൾ 6 6 12 പിന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, സങ്കല്പം. 5 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. മനസ്സിന്റെ വിഷയമാണ് സങ്കല്പം. അപ്പോൾ 3 6 18 പിന്നെ ശരീരം, സുഖം, ദുഃഖം, ശരീരവും സുഖവും. അപ്പൊ ഇങ്ങനെ 3 കൂടി ചേർത്ത് 21 ദുഃഖങ്ങൾ എന്നാ പറയണത്. അപ്പൊ എല്ലാം ഇവിടെ സുഖങ്ങളെയും ഇവിടെ കൂട്ടിയിട്ടുണ്ട്, സുഖവും ദുഃഖവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വർഗാദി ലോകങ്ങളിലെ സുഖവും ദുഃഖമാണ് എന്ന് ഇവര് സ്ഥാപിക്കുന്നുണ്ട്. കാരണം എല്ലാറ്റിനും നാശമുള്ളതാണല്ലോ. നമ്മൾ സ്വർഗത്തിൽ പോയി എത്ര കാലം സുഖം അനുഭവിച്ചാലും പിന്നെ അത് നശിക്കും. ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നാശമുള്ളതാണ്, എല്ലാ വിഷയങ്ങൾക്കും നാശമുണ്ട്. അപ്പൊ എല്ലാം ദുഃഖയോനികളാണ്
എന്നാണ് ഇവരുടെ വാദം. ഇവർ നൈയായികന്മാരാണ്. അവർ ഇതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ പോയി ഭ്രമിക്കണോ? ഈ തർക്കത്തിലൊക്കെ പോയിട്ട് തല പുണ്ണാക്കേണ്ടതുണ്ടോ? ഈ അസത്ത് നശിക്കും, ഈ സത്ത് നശിക്കും എന്ന് വെച്ചാൽ ഇവിടെ സത്ത് എന്ന് പറഞ്ഞത് വ്യവഹാരത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം മൃതിയുള്ളതാണ്, നാശമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഇത് രണ്ടും ജഗത്തിനെ കുറിച്ചാണ്, ഈ ഇല്ലാത്ത വസ്തുവിനെ കുറിച്ചാണ് ഈ ചർച്ച മുഴുവൻ. നമ്മൾ സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചതിനെ എങ്ങനെ ചെലവാക്കണം എന്ന് ഉണർന്ന ശേഷം ആരെങ്കിലും വിചാരം ചെയ്യോ? ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ കച്ചവടം ചെയ്യണം, ആർക്കൊക്കെ എത്രശ കൊടുക്കണം, ഇതൊക്കെ നമ്മൾ പട്ടികയിടുമോ ഉണർന്ന ശേഷം? അപ്പൊ അതുപോലെയാണ് ഈ ജഗത്തിന്റെ അവസ്ഥ. അങ്ങനെയുള്ള ഈ ജഗത്തിനെ കുറിച്ച് ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇല്ലാത്ത വസ്തുവിനെ കുറിച്ച്. വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത്? ഉള്ളതെന്താണ്? ആ ഈശ്വര ചൈതന്യമാണ്. അതിനെ ആശ്രയിക്കുന്നതിന് പകരം അതാണ് സത്യം എന്ന്, സത്യം പരം ധീമഹി എന്ന് നിരന്തരമായി ആ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ വ്യാവഹാരിക തലത്തിൽ തന്നെ അവരുടെ ബുദ്ധിയെ അവരിങ്ങനെ വ്യവഹരിച്ചുകൊണ്ട് കാലം കളയുന്നു, ആയുസ് പാഴാക്കി കളയുന്നു. ഇവരുടെ പുറകെ പോയാൽ, ഈ സാഖ്യന്മാരുടെയും അല്ലെങ്കിൽ നൈയായികന്മാരുടെയും വൈശേഷികന്മാരുടെയൊക്കെ പുറകെ പോയാൽ നമ്മുടെ ആയുസ്സും പോയി കിട്ടും. വേണോ വേണ്ടയോ തീരുമാനിച്ചോളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ആത്മനി ബിദാം, ആത്മനി ബിദാം എന്ന് പറഞ്ഞാൽ ആത്മാക്കളിൽ ഭേദം എന്ന് വെച്ചാൽ അനേക ജീവാത്മാക്കൾ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള ആ ഭേദത്തെക്കുറിച്ച് പറയുന്നവര് സാഖ്യന്മാരാണ്. സാഖ്യന്മാരുടെ അഭിപ്രായമാണ് ജീവന്മാർ അസംഖ്യങ്ങളാണ് എന്നുള്ളതായിട്ടുള്ള അഭിപ്രായം. അപ്പൊ അതിൻ്റെ പേരിൽ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. സാഖ്യമതം അതിനെക്കുറിച്ചും അതുപോലെ വിപണം ഋതം ച സ്മരന്തി. വിപണം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടമാണ് വിപണം. കർമ്മം ചെയ്താൽ ഫലം കിട്ടുക, കർമ്മത്തിന് ഫലം, കർമ്മത്തിന്റെ പ്രതിഫലമാണ് വിപണം. അപ്പോൾ കർമ്മത്തിന്റെ പ്രതിഫലമായിട്ടുള്ള ആ ഫലം അത് സത്യമാണ് എന്ന് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മീമാംസകന്മാരെന്ന് പറയുന്നവരാണ്. ദാർശനിക ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നതിൽ അപ്പോൾ ആദ്യത്തെ വൈശേഷികന്മാരെ പറഞ്ഞു, രണ്ടാമത്തതിൽ നൈയായികന്മാരെ പറഞ്ഞു, പിന്നെ സാഖ്യന്മാരെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ മീമാംസകന്മാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം ഈ ജഗത്ത് സത്യത്വ ബുദ്ധിയോടുകൂടി വ്യവഹരിക്കുന്ന, ഈ കർമ്മഫലവും സ്വർഗവും എല്ലാം ജഗത്താണ്, എല്ലാം ഉണ്ടായതാണ്, അസത്താണ്. അപ്പൊ അസത്തിൽ സത്യത്വ ബുദ്ധിയോടുകൂടി റിസർച്ച് നടത്തുന്നവരാണ് ഇവരെല്ലാം. നമ്മുടെ ഇന്നത്തെ സയന്റിസ്റ്റുകളെയും ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാം. ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നില്ല. അവർ ഞങ്ങൾ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറഞ്ഞ് ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പൊ മുഹ്യന്തി യത് സൂരയഃ എന്നുള്ള ആ വാക്യത്തിന്റെ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ. നമ്മൾ ആരംഭത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, മുഹ്യന്തി യത് സൂരയഃ. സൂര്യകൾ പോലും ഏതൊരു വിഷയത്തിൽ, ഏതൊരു സത്യത്തിന്റെ സത്യത്തെക്കുറിച്ച് ഗ്രഹിക്കുന്ന വിഷയത്തിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നുവോ, മോഹിച്ചുകൊണ്ടിരിക്കുന്നുവോ, അതാണ് ഇവിടെ. അപ്പോ അവരൊക്കെ എന്ത് ചെയ്യുന്നു? തേ ആരുപിതൈഹി ഉപദിശന്തി. ഇവരെല്ലാം തേ ആരുപിതൈഹി, ആരുപിതങ്ങൾ എന്ന് പറഞ്ഞാല് ആരോപിതങ്ങൾ, അധ്യസിച്ചത്, ഭ്രമം എന്നൊക്കെ അർത്ഥം. ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം. ഏതില്? ആ പരമസത്യം, ആ പാരമാർത്ഥിക സത്യം. പാരമാർത്ഥിക സത്യത്തെക്കുറിച്ച് വേണ്ട പോലെ ദർശനമില്ലാത്തവർ വ്യാവഹാരിക സത്യത്തിൽ സത്യത്വ ബുദ്ധിയോടുകൂടി ആരോപിതമായിട്ടുള്ള വസ്തുക്കളിൽ ഭ്രമത്തോടുകൂടി ഉപദിശന്തി, ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ശിഷ്യഗണങ്ങളായിട്ട് നമ്മൾക്കും അവരുടെ പുറകെ പോയാൽ അവർക്ക് തരാനുള്ള ഉപദേശം
ഈ അസത്തൊക്കെ സത്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരും. ഈ ജഗത്ത് അത് മിഥ്യയല്ല, ഇത് അസത്തല്ല, ഇത് സത്താണ് എന്നുള്ള രീതിയിലുള്ള ബുദ്ധിയാണ് നമുക്കുണ്ടാക്കി അവരുടെ ഭ്രമം നമുക്കും പകർന്നു തരും. എന്നാൽ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന വസ്തുവാണ് പരമസത്യം, പാരമാർത്ഥിക സത്യം. അപ്പോൾ പാരമാർത്ഥിക സത്യത്തെ അറിയാതെ അതിൽ ആരോപിതമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവര് ഉപദേശിക്കുന്നത്. തേ ആരോപിതൈഹി ഉപദിശന്തി. ത്രിഗുണമയഃ പുമാൻ ഇതി ഭിദാം ത്വയി അബോധകൃത. ത്വയി എന്നിവിടെ ശ്രുതികളാണ് പറയുന്നത്. ആരിൽ? ഭഗവാനെ സ്തുതിക്കുകയാണ് അല്ലേ? ആ ഭഗവാനെ പറയണ അങ്ങയിൽ, പരമാത്മാവായ പരമാർത്ഥ സ്വരൂപനായ പരമസത്യസ്വരൂപനായ അങ്ങയിൽ, ത്വയി ത്രിഗുണമയഃ ഇതി ഭിദാ അബോധകൃത. ത്രിഗുണമയഃ, 3 ഗുണങ്ങളോട് കൂടിയവനാണ്. സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളോട് കൂടിയവനാണ് ഈ പരമാത്മാവായ പരമാർത്ഥ സ്വരൂപനായ ഭഗവാൻ. വാസ്തവത്തിൽ ഭഗവാൻ നിർഗുണനാണ് അല്ലേ? ആ നിർഗുണനായ ഭഗവാനിൽ അങ്ങ് ത്രിഗുണാത്മകനാണ്, 3 ഗുണങ്ങൾ പ്രധാനമായിട്ടുള്ളവനായ പുരുഷനാണ്, പുമാനാണ് എന്ന് ഇതി ഭിദാം ത്വയി അബോധകൃത. ഈ ഭേദം അവർക്ക് എങ്ങനെ ഉണ്ടാവുന്നതാണ്? അബോധകൃത. അബോധം അജ്ഞാനം, ബോധമില്ലായ്മയാണ് അബോധം. അപ്പൊ അബോധകൃത, അജ്ഞാനകൃത. അജ്ഞാനത്താലാണ് ഭഗവാൻ ഗുണാത്മകനാണ് എന്നുള്ള വാദങ്ങളും ഭഗവാന്റെ ആ പരമാർത്ഥ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഭഗവാൻ ഗുണാതീതനാണ്, ഗുണരഹിതനാണ്, നിർഗുണനാണ്. നമ്മൾ ഈ പ്രപഞ്ചം കാണുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം മായയാണ്. ആ മായ ത്രിഗുണാത്മികയാണ്, ആ മായ ഭഗവാന്റെ ശക്തിയാണ് എന്ന് വ്യവഹരിക്കുന്നത്. ഭഗവാന്റെ ശക്തിയായ മായയുടെയാണ് ത്രിഗുണങ്ങൾ, ഭഗവാന്റേതല്ല. മായ എന്നുള്ളത് ഈ ജഗത്തിനെ പ്രകാശിപ്പിക്കുവാനുള്ള ഈശ്വരന്റെ ഒരു സാമർഥ്യമാണ്, ഈശ്വരനിൽ ഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സാമർഥ്യമാണ്. നിങ്ങൾ എപ്പോൾ സത്യം അന്വേഷിച്ച് ഏകവും അദ്വിതീയവുമായ ആ പരമാർത്ഥത്തെ ദർശിക്കുന്നുവോ, അതോടുകൂടി ഞാൻ മുമ്പേ കണ്ടിരുന്നതായിട്ടുള്ള നാനാത്വമെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കും. തസ്യ കോ മോഹ കശോകഃ ഏകത്വമനുപശ്യതഃ. ഏകത്വത്തെ ദർശിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക്, എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് കോ മോഹ കശോകഃ, ശോകമോഹങ്ങൾ ഉണ്ടാകുന്നില്ല, ഭേദഭാവനകൾ ഉണ്ടാകുന്നില്ല, നാനാത്വഭ്രമം ഇല്ല. ഒരാൾ സ്വർണത്തെ ദർശിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് സ്വർണം എന്നുള്ള സത്യം ദർശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെയാണ്, അതിലയാൾക്ക് ഭ്രമമില്ല. അതാണ് ഇവിടെ ഉറപ്പിച്ചു തരുന്നത്. അപ്പോൾ അബോധകൃതമാണ് അങ്ങയിലുള്ള അങ്ങ് ത്രിഗുണാത്മകനാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ആരോപണം അങ്ങയിൽ അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനത്താൽ കൃതമാണ്. അതാണ് ആ ശ്ലോകത്തിൽ സത്യം പരം ധീമഹിയുള്ളതിൽ അവസാനത്തെ വാചകമായിട്ട് വരിക. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ, അല്ലെങ്കിൽ എത്ര ത്രിസർഗോ മൃഷാ. ഈ ത്രിസർഗം ഏതൊന്നിൽ ആരോപിതം മാത്രമാണ്. ആ വസ്തു ഉള്ളത് കൊണ്ടാണ് ഈ ത്രിസർഗം ഉള്ളതായി അമൃഷയായി തോന്നുന്നത്. തേജോ വാരിമൃതാം യഥാ വിനിമയ,
വസ്തുവിനെ അറിയാത്തത് കൊണ്ട് അതിൽ മറ്റു വസ്തുക്കളെ ആരോപിക്കുകയാണ്. അതസ്മിൻ തദ്ബുദ്ധി. ഒരു വസ്തു അല്ലാത്തതിൽ അതെന്ന ബുദ്ധിയോടുകൂടി തേജസ്സിൽ വാരിയെയും മൃത്തിൽ വാരിയെയും ഒക്കെയുള്ള വിനിമയം ഉണ്ടാകുന്നു. ധാംനാ സ്വേന നിരസ്തകുഹകം സത്യം പരം ധീമഹി. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. ധാംനാ സ്വേന നിരസ്തകുഹകം. സ്വേന ധാംന നിരസ്തകുഹകം. സ്വേന ധാംന എന്ന് പറഞ്ഞാൽ സ്വന്തം ആ സ്വരൂപത്തിന്റെ പ്രകാശം കൊണ്ട് കുഹകത്തെ നിരസിച്ച ആ പരമസത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. കുഹകം എന്നത് ഇവിടെ മായയെ ഉദ്ദേശിച്ചാണ്. ത്രിഗുണാത്മികയായ മായയെ നിരസിക്കുന്നു. എപ്പോൾ? സ്വധാംന ധാംന സ്വേന. ആ സ്വസ്വരൂപം എപ്പോഴാണോ സാക്ഷാത്കരിക്കുന്നത് അപ്പോൾ ഈ കുഹകമെല്ലാം എവിടെ പോയി ചോദിക്കും. സൂര്യനെ ഇരുട്ട് ബാധിക്കുമോ? സൂര്യനിൽ എപ്പോഴെങ്കിലും അന്ധകാരം ഉണ്ടായിട്ടുണ്ടോ? സൂര്യനെ മറയ്ക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പൊ അതൊക്കെ എവിടുന്നാണ്? നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് അയ്യോ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി, സൂര്യനെ കാണാനില്ല. ഗ്രഹണ സമയത്തും നമ്മൾ പറയണു അയ്യോ സൂര്യനെ മറച്ചു, മേഘങ്ങൾ സൂര്യനെ മറച്ചു എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ഈ ഗ്രഹണത്തെ പ്രകാശിപ്പിക്കുന്നതും മേഘങ്ങളെ ഉണ്ടാക്കി പ്രകാശിപ്പിക്കുന്നതും ഉദയാസ്തമനങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം തന്നെ സൂര്യന്റെ ലീലയാണ്. സൂര്യന്റെ ശക്തി കൊണ്ടാണ് ചുറ്റുമുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അല്ലെങ്കിൽ ഭൂമി മുതലായതും ഉപഗ്രഹങ്ങളും എല്ലാം അതിൻ്റേതായിട്ടുള്ള സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഫലമായിട്ടാണ് സൂര്യനെ തന്നെ മറച്ചതായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യനെ മറയ്ക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള ഒരു ഗ്രഹവുമില്ല. ഏറ്റവും വലിയ ഗ്രഹം സൗരയൂഥത്തിൽ വ്യാഴമാണ്. ആ വ്യാഴത്തിനേക്കാൾ എത്രയോ ഇരട്ടി വലുതാണ് സൂര്യൻ. അപ്പോൾ ഭൂമിയിലുള്ള അല്പ മേഘങ്ങൾക്കോ ഏതെങ്കിലും പ്രദേശത്ത് മാത്രം വ്യാപിച്ചിരിക്കുന്നതാണ് ഈ മേഘങ്ങൾ. അല്ലെങ്കിൽ ഭൂമിയുടെ തന്നെ അല്പം ചെറിയൊരു അംശമായ ഉപഗ്രഹമായ ചന്ദ്രനോ ഈ സൂര്യനെ മറയ്ക്കാൻ സാധ്യമല്ല. സൂര്യനിൽ ഒരു കാലത്തും ഇരുട്ട് ഉണ്ടായിട്ടില്ല. സൂര്യനോട് ഇരുട്ടിനെ കുറിച്ച് നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും മനസ്സിലാവില്ല സൂര്യന്. എങ്ങനെയാണോ നമ്മൾക്കിപ്പോ ഈ വിഷയം ഭഗവാന്റെ തത്വം, ബ്രഹ്മതത്വം എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്, ഇതുപോലെയാണ് സൂര്യന്റെ അടുത്ത് ചെന്ന് ഇരുട്ടിനെ കുറിച്ച് നിങ്ങൾ എത്ര വലിയ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചാലും എത്ര വലിയ പ്രസംഗങ്ങൾ നടത്തിയാലും സൂര്യൻ അതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല, ഒരു പിടിയും കിട്ടില്ല. കാരണം സൂര്യൻ ഇന്ന് വരെ ഇരുട്ട് എന്താണെന്ന് കണ്ടിട്ടില്ല, ഇനിയിട്ട് കാണാനും പോണില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ സൂര്യൻ ഇല്ലാതെയാവണം. സൂര്യൻ തന്നെ സ്വയം ഇല്ലാതെയാവുന്ന ഒരവസ്ഥ വന്നാൽ, അങ്ങനെയൊക്കെ പ്രവചിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലാണെങ്കിലും പ്രളയത്തെക്കുറിച്ച് പറയുമ്പോൾ സൂര്യൻ ഇല്ലാതെയാവും. ഇപ്പോഴത്തെ കോസ്മോളജിസ്റ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഫിസിസിസ്റ്റുകൾ ഇവരെല്ലാം സൂര്യന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് അതിങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ എന്താ പറയുക, കത്തിജ്വലിക്കാനുള്ള സാമർഥ്യം ഇല്ലാതാവുന്ന ഒരവസ്ഥ വരും. അതിൽ സ്വയം ഇന്ധനം ഉണ്ടാകുന്ന ഒരവസ്ഥ എപ്പോഴുണ്ട്, അതില്ലാതാവുന്ന ഒരവസ്ഥ വരും. അപ്പോൾ സൂര്യൻ ഇരുണ്ട ഒരു ഗോളമായി മാറും. അതോടുകൂടി ലോകാവസാനവും ആവും. സൂര്യൻ ഇരുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ
ജീവജാലങ്ങൾ നിലനിൽക്കില്ല, സസ്യജാലങ്ങൾ ഉണ്ടാവില്ല, ജീവജാലങ്ങൾക്കൊന്നും മൊത്തത്തിൽ സിസ്റ്റം അപ്സെറ്റ് ആവും. കേട്ടഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത്, സൂര്യനോട് ഇരുട്ടിനെ കുറിച്ച് നിങ്ങൾ എത്ര വലിയ പ്രസംഗം പ്രബന്ധം ഒക്കെ അവതരിപ്പിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. സൂര്യനിൽ ഇരുട്ട് ഇല്ല. അതുപോലെയാണ് ഈശ്വരനിൽ മായയോ മായയുടെ ത്രിഗുണങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ ബാധയോ ഇല്ല എന്ന്. പക്ഷെ നമ്മളിപ്പോൾ മായയുടെ അനുഭവം നമ്മൾ കാണുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രങ്ങളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ശാസ്ത്രങ്ങൾ കൊണ്ടുവന്നതാണ് മായ. ഈ ഒരു പ്രഹേളികയെ, ഈ ജഗത്ത് എന്ന അനുഭവത്തെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മളെ തൽക്കാലം നമ്മുടെ ബുദ്ധിക്ക് ശമനമുണ്ടാകണമെങ്കിൽ അതിനൊരു ലോജിക്, ഒരു ന്യായീകരണം ഒക്കെ വേണം. അപ്പം അതിനുവേണ്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ, പരമാർത്ഥത്തിൽ സത്യം സാക്ഷാത്കരിക്കുന്നതായിട്ടുള്ള ആ അവസ്ഥയിൽ പാരമാർത്ഥിക സത്തയെ നിങ്ങൾ കണ്ടെത്തുന്നതായിട്ടുള്ള സമയത്ത് മായ എവിടെ പോയി, ജഗത്ത് എവിടെ പോയി, നാനാത്വം എവിടെ പോയി എന്നുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ ത്രിഗുണമയ പുമാനിതി വിദാം ത്വയി അബോധകൃത, അങ്ങയിൽ അജ്ഞാനത്താൽ ചെയ്യപ്പെട്ടതാണ്, അങ്ങ് ത്രിഗുണാത്മകനാണ് എന്നുള്ള വാദങ്ങൾ. തതഃ പരത്ര അവബോധരസേ സഹ ന ഭവേത്. അതാണ് സിദ്ധാന്തം, ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. അവബോധരസേ പരത്ര ത്വയി. അപ്പൊ ഈ എല്ലാ ഗുണങ്ങൾക്കും അല്ലെങ്കിൽ മായയ്ക്കും പരനായിരിക്കുന്ന, പരത്ര പാരമാർത്ഥിക സത്തയായിരിക്കുന്ന അവബോധരസേ, അവബോധം എന്നാൽ ജ്ഞാനം, അതുതന്നെ രസം, ഘനം. അപ്പൊ ജ്ഞാനഘനസ്വരൂപനായിരിക്കുന്ന ആ വസ്തുവിൽ അഥവാ അങ്ങയിൽ ഭഗവതി ത്വയി സഹ ന ഭവേത്. സഹ എന്ന് പറഞ്ഞാൽ ഈ അബോധകൃതമായിട്ടുള്ള ത്രിഗുണമയനാണ് ഭഗവാൻ എന്നുള്ള വാദം നിലനിൽക്കില്ല എന്നർത്ഥം. അപ്പോ ഈ ഇങ്ങനെയുള്ള പല ജ്ഞാനശാഖകൾ, പല ദർശനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് തൽക്കാലം ശമനം തരാൻ വേണ്ടി മാത്രമുള്ളതാണ്. നൈഷാ തർക്കേണ മതിമാപനേയ. തർക്കം എന്നാൽ ബുദ്ധിയുടെ വ്യാപാരം. അപ്പോൾ ബുദ്ധി കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് ആ വസ്തുവിനെ പ്രാപിക്കാൻ സാധ്യമല്ല. ഈ അസച്ചിന്തകളെ ഇല്ലാതെയാക്കാനും വളരെ പ്രയാസമാണ്. അപ്പം അതിനെന്താ വഴി? ഹൃദയം ശുദ്ധമാകണം. ഹൃദയം ശുദ്ധമാകാത്തിടത്തോളം കാലം ഈ രജസ്സും തമസ്സുമാകുന്ന ഇരുട്ട് ഈ വസ്തുവിനെ മറച്ചുകൊണ്ടേയിരിക്കും. രജസ്സും തമസ്സുമാകുന്ന ഇരുട്ട് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തരംഗമായിട്ട് തിരിച്ചു വരാതിരിക്കാൻ ഈ രജസിൻ്റെയും തമസ്സിൻ്റെയും ഒക്കെ ഇഫക്റ്റാണ് നമ്മുടെ ഉള്ളിലുള്ള സംശയം നീങ്ങുകയേയില്ല. അസംഭാവന, വിപരീത ഭാവന എന്നൊക്കെ ഉള്ളതായിട്ട് എത്ര നമുക്ക് ലോജിക്കലി എത്ര തന്നെ നമ്മൾ കൺവിൻസ്ഡ് ആയാലും പിന്നെയും നമുക്ക് ഉള്ളിൽ പൊങ്ങി വരും. എന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചില സംശയങ്ങൾ പൊങ്ങി വരുന്നതിനെയാണ് വസ്തുതയെ വേണ്ട പോലെ ഗ്രഹിക്കാൻ കഴിവില്ലായ്മയാണ് അസംഭാവന. അതിൽ കൺവിക്ഷൻ വീണ്ടും വീണ്ടും ഇളകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
ഒരു ആചാര്യൻ്റെ മുഖത്ത് നിന്ന് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കാര്യം ശരിയാണ് എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും സംശയങ്ങൾ ഉണ്ടാവുക. അതുപോലെ വിപരീത ഭാവന എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും കുനിഷ്ഠ ബുദ്ധിയോട് കൂടിയിട്ട് ചോദ്യം ചെയ്യുക. അതങ്ങനെ ആവാൻ വഴിയില്ല. ഇതെല്ലാം ഒരു ജാടയാണ്, ഉട്ടോപ്യൻ തിയറികളാണ്, ആചാര്യന്മാരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ പലതും ശങ്കകൾ തോന്നാം. അപ്പം ഇതെന്തുകൊണ്ടാണ്? ഇത് മനഃശുദ്ധിയില്ലായ്മ കൊണ്ടാണ്, അന്ധക്കരണ ശുദ്ധി വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ശുദ്ധി എങ്ങനെ ഉണ്ടാവും? ശുദ്ധി നിഷ്കളങ്കമായിട്ടുള്ള ഭഗവത് ഭക്തി കൊണ്ട്, ഭഗവത് പ്രേമം കൊണ്ട്, ഭഗവാനിലുള്ള ശരണാഗതി കൊണ്ട്. അപ്പം ആ ശരണാഗതിയാണ്, അഥവാ ഭഗവാനോടുള്ള ഭക്തിയാണ്, ഉത്തമ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് ആ ഭക്തി വർദ്ധിക്കാനായിക്കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യത്തെ കുറിക്കുന്ന കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുക, നിരന്തരമായ ഭഗവത് ഉപാസനകൾ ഏതൊക്കെ രീതിയിലാണോ ചെയ്യാൻ കഴിയുക അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ എപ്പോഴും ബുദ്ധി വ്യാപാരം കൊണ്ട് മാത്രം പോരാ. അത് ബുദ്ധിഭ്രമത്തിലേക്ക് ചിലപ്പോൾ എത്തിക്കും. ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിരീശ്വരവാദികളായിട്ട്, പക്ഷെ വേദാന്തികളാണെന്ന് ഭാവിച്ചുകൊണ്ട് വേദാന്തത്തിലെ വലിയ വലിയ വിഷയങ്ങളൊക്കെ, സാങ്കേതിക പദങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ പേരിൽ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കും. പല ആചാര്യന്മാരെ മാറി 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 പരീക്ഷിച്ച് നോക്കും. ഒരു ആചാര്യനിൽ മനസ്സിരുത്തുകയോ സറണ്ടർ ആവുകയോ വേണ്ട പോലെ വിശ്വാസത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഇതെല്ലാം സത്യമാണെന്നുള്ള ആ ഒരു ഭാവത്തോടെ ശ്രദ്ധയോടുകൂടെ ശ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. യുക്തി എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ ചോദ്യം ചെയ്ത് പെർവർഷനായി മാറും, ബുദ്ധിഭ്രമം ഉള്ളവരായി മാറും. അങ്ങനെ എത്രയോ ഈ വേദാന്ത മാർഗത്തിൽ വന്നിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ട്. എല്ലാ മാർഗത്തിലും ശരിയായ ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കാത്തതിൻ്റെ ദോഷം കൊണ്ട്, സറണ്ടറൻസ് ഇല്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള വഴിതെറ്റൽ സംഭവിക്കും. അപ്പോൾ ഗുരുക്കന്മാരും വേണ്ട പോലെ ഗൈഡ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. ഗുരുക്കന്മാരും ഭക്തിയുള്ളവരായിരിക്കണം. ജ്ഞാനം മാത്രം പോരാ, ഭക്തിയുള്ളവരായിരിക്കണം. ഈശ്വരനിൽ പരിപൂർണ ഭക്തിയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും ശിഷ്യന്മാരെ എന്താ പറയുക, ചൂഷണം ചെയ്യുന്ന അപഹാരകാഹ എന്ന് പറയും. ശിഷ്യന്മാരുടെ വിത്തത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാരാവരുത്. ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള ഹൃത്താപഹാരകന്മാരാവണം. ഹൃദയത്തിലെ താപത്തെ ഹരിക്കുന്നവരാകണം യഥാർത്ഥ ഗുരുക്കന്മാർ. ശിഷ്യന്മാരെ ആശ്രയിച്ചുകൊണ്ടാവരുത് ഗുരുവിൻ്റെ നിലനിൽപ്പ്. ഈ ശിഷ്യന്മാരില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും, ഈ ശിഷ്യന്മാർ എൻ്റെ ചുറ്റുണ്ടാവണം, അല്ലേ? നമ്മൾ തമാശ പറയും പോലെ പണ്ടത്തെ കാരണവന്മാർ പറയും, രാത്രിയിൽ നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഉള്ള കറണ്ടും വിളക്കും ഒക്കെ കെട്ടുപോകാം, ഇടിവെട്ടുണ്ട്, ഭയങ്കര മഴ. അപ്പോൾ കാരണവന്മാർ പറയും, പേടിയുള്ളവരൊക്കെ എൻ്റെ ചുറ്റും വന്നിരുന്നോളൂ എന്ന്. പേടിയുള്ളവരൊക്കെ എൻ്റെ ചുറ്റും വന്നിരുന്നോളൂ എന്ന്. എന്താ കാരണം? കാരണവന്മാർക്ക് പേടിയുണ്ടാവും. ചുറ്റും ആളിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ആശ്വാസമാണ്. അതുപോലെയാണ് പല ഗുരുക്കന്മാരും ശിഷ്യന്മാരെ ആശ്രയിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ വിത്ത അപഹാരകന്മാരായി വഴിതെറ്റിച്ചുകൊണ്ടും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ അനുവദിക്കാതെ കണ്ടും അവരെ ഭ്രമിപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ ഉള്ള അഹങ്കാരത്തെ പോഷിപ്പിച്ചുകൊണ്ടും അഭിമാനത്തെ പോഷിപ്പിച്ചുകൊണ്ടും മത്സരബുദ്ധിയെ പോഷിപ്പിച്ചുകൊണ്ടുമൊക്കെ പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്.
അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കയ്യിലൊന്നും പോയി പെടാതിരിക്കട്ടെ എല്ലാവരും. ശിഷ്യന്മാരുടെ ഹൃത്താപഹാരകന്മാരാകണം. ഹൃത്താപം, ഹൃദയത്തിലെ താപം. എന്താണ് താപം? ഈ അറിവിന് വേണ്ടിയിട്ടുള്ള ദാഹം തന്നെയാണ് താപം. ആ അറിവ് നേടാൻ ഉള്ള താപം ഉണ്ടാവും. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ താപങ്ങളെയും താപത്രയങ്ങളെയും ശമിപ്പിക്കുന്ന ഉപദേശം നൽകുന്ന ആത്മസ്വരൂപത്തെക്കുറിച്ച് മഹാവാക്യം ഉപദേശിക്കുന്ന തത്വമസ്യാദി മഹാവാക്യോപദേശം ചെയ്ത് ശിഷ്യനെ ആത്മസ്വരൂപനാണ് താനെന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. ബാക്കിയൊക്കെ ഗുരുവേഷധാരികൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ആ ഭക്തിയുടെ പ്രാധാന്യം തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ തലയിട്ട് പുണ്ണാക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാം. ജനിമസതസ്സതോ മൃതിമുതാത്മനിയേ ച പിതാം വിപണമൃതം സ്മരന്ത്യുപദിശന്തിത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിതി വിദായദബോധകൃതാം ത്വയി ന തതഃ പരത്ര സദേ ഭവേദവബോധരസേ സദിവ മനസ്ത്രിവൃത്വയി വിഭാത്യ സദാ മനുജാത് സദവിമൃശന്ത്യശേഷമിദമാത്മതയാത്മവിദഃ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിദമാത്മതയാ വസിതം സദിവ മനസ്ത്രിവൃത്വയി വിഭാത്യ സദാ മനുജാത് സദവിമൃശന്ത്യശേഷമിദമാത്മതയാത്മവിദഃ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിദമാത്മതയാ വസിതം. സത്യം പരം ധീമഹി എന്ന ആ ബുദ്ധിയാണ് നമ്മുടെ ഉള്ളിൽ ഉറക്കേണ്ടത്. ആ സത്യമെന്നത് ഈശ്വരൻ തന്നെ. അപ്പൊ ഈശ്വരനെ ഞാൻ, പരമേശ്വരനെ ഞാൻ എല്ലായ്പ്പോഴും ധ്യാനിക്കുന്നു. ആ പരമാർത്ഥ സത്തയെ ഞാൻ എപ്പോഴും വിചാരം ചെയ്യുന്നു. ആ പരമാർത്ഥ സത്യത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഭക്തന്മാർ അവരാണ് ശ്രേഷ്ഠന്മാർ. അവർക്ക് മുക്തി കരതലാമലകം പോലെ, ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ എന്നർത്ഥം. അപ്പോൾ അവരുടെ മാഹാത്മ്യമാണ് ഇതിലൂടെ പറയുന്നത്. സദിവ മനഃ ത്രിവൃത്ത ത്വയി വിഭാതി അസത് ആമനുജാത്. മനഃ ത്രിവൃത്ത് ഇതം അസത്. മനഃ, ആ മനസ്സാണ് ത്രിവൃത്ത. ത്രിവൃത്ത എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളോടുകൂടി. മനസ്സ് തന്നെയാണ് അവിദ്യ അല്ലെങ്കിൽ മായ. അതിലാണ് 3 ഗുണങ്ങളുള്ളത്: സത്വം, രജസ്, തമസ്. ഈ മനസ്സിന്റെ സൃഷ്ടിയാണ് ഇതം അസത്ത്, ഈ അസത്തായിരിക്കുന്ന ലോകം. മനസ്സില്ലെങ്കിൽ ഈ അസത്തായ ലോകം ഇല്ല. സത്യം മാത്രം പ്രകാശിക്കും. മനസ്സ് എന്ന ഒരു വ്യാഖ്യാതാവ്, ഒരു ഇന്റർപ്രറ്റർ ഇടയിൽ കിടന്ന് കളിക്കുകയാണ്. എങ്ങനെയാണോ സൂര്യപ്രകാശം ഒരു പ്രിസം കടത്തിവിടുമ്പോൾ, പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ 7 വർണ്ണങ്ങളായി വിഭജിക്കപ്പെടുന്നത്, അല്ലേ? നാനാവർണ്ണങ്ങളിലൂടെ കാണപ്പെടുന്നു ഒരു പ്രിസത്തിലൂടെ കടന്നു വരുന്ന സൂര്യരശ്മി, സൂര്യപ്രകാശം. പ്രിസമോ തത്തുല്യമായിട്ടുള്ള ഏത് വസ്തുവാണെങ്കിലും ശരി, അത് ജലഗണങ്ങളായാലും മതി. അപ്പോഴാണ് മഴവില്ല് കാണുന്നത് നമ്മൾ, അല്ലേ? പ്രിസത്തിന് പകരം അന്തരീക്ഷത്തിലുള്ള ജലഗണങ്ങളിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശമാണ് മഴവില്ലിന്റെ ആകൃതിയിൽ കാണുന്നത്.
അപ്പോൾ മഴവില്ല് ഉണ്മയാണോ? ഈ പ്രസത്തിലൂടെ കടന്നു വരുന്ന കാണുന്ന ആഭാസം 7 വർണ്ണങ്ങൾ സത്യമാണോ? അതാ പ്രസത്തിന്റെ ധർമ്മമാണ്, പ്രസത്തിന്റെ സ്വഭാവമാണ് തന്നിലൂടെ കടന്നു വരുന്ന പ്രകാശത്തെ 7ആയി വിഭജിക്കുക എന്നുള്ളത്. അപ്പൊ ഈ മനസ്സിന്റെ വിലാസമാണ് ഈ ത്രിവൃത്തായിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഈ ലോകം, അസത്ത്. അത് വാസ്തവമുള്ളതല്ല. ത്വയി ആമനുജാത് സത്തിവ വിഭാതി. ത്വയി പരമേശ്വരേ ഭഗവതി പരമാത്മനി പരബ്രഹ്മണി, ആ പരബ്രഹ്മമായിരിക്കുന്ന അങ്ങയിൽ ആമനുജാത്, മനുജപര്യന്തം എന്നാണ് അർത്ഥം. മനുഷ്യൻ വരെയുള്ള സകല സൃഷ്ടികളും, അപ്പൊ സൃഷ്ടിയുടെ ഏറ്റവും മകുടമായിരിക്കുന്നവനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ വരെയുള്ളതായിട്ടുള്ള എല്ലാം സത് ഇവ വിഭാതി, സത്ത് എന്ന പോലെ പ്രകാശിക്കുന്നു. അപ്പൊ അസത്തായിരിക്കുന്ന ഈ സൃഷ്ടി, അത് മനുഷ്യപര്യന്തം എല്ലാം തന്നെ സത്ത് എന്ന പോലെ പ്രകാശിക്കുകയാണ്. ആരുടെ കാരണമായിട്ട്? ഈ മനസ്സ് എന്ന അവിദ്യയുടെ, മായയുടെ ഫലമായിട്ട്. ആത്മവിദഃ അശേഷം ഇദം ആത്മതയാ സത് അഭിമൃശന്തി. ആത്മവിദഃ എന്ന് പറഞ്ഞാലോ തത്വം അറിയുന്നവർ, ആത്മാവിന്റെ തത്വം അഥവാ പരമാർത്ഥം, അതിനെക്കുറിച്ച് വേത്തി വിദഃ അറിയുന്നവർ, സത്യമറിയുന്നവർ, ആത്മജ്ഞാനികൾ. അശേഷം ഇതം, അശേഷം ഒന്നും ബാക്കി വെക്കാതെ ഈ കാണുന്നതെല്ലാം, ഇതം സർവം ആത്മതയാ, ആത്മഭാവത്തിൽ സത് അഭിമൃശന്തി, ആത്മാവായതുകൊണ്ട് എല്ലാം സത്തെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന ജഗത്ത് ഈ ആത്മാവിൽ നിന്ന് ഉള്ളതാണ്, ആത്മാവ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം അധിഷ്ഠാനം എന്നറിഞ്ഞുകൊണ്ട് അതിൻ്റെ സത്യത്വത്തെ അംഗീകരിക്കുന്നു. എന്നുവെച്ചാൽ ജഗത്തിന്റെ സത്യത്വത്തെ അല്ല, ജഗത്തിന് കാരണമായിരിക്കുന്ന സത്തയെ അംഗീകരിക്കുന്നു. ഈ ജഗത്ത് അതുകൊണ്ട് അതിനൊരു സത്യത്വമുണ്ട്. കാരണം ആത്മാവാണ് ജഗതാകാരമായിരിക്കുന്നത്. ആത്മൈവൈദം സർവം, ഇതം സർവം ആത്മാ ഏവ എന്ന് ഉപനിഷത്ത് വാക്യമുണ്ട്. ഇതെല്ലാം ബ്രഹ്മൈവൈദം സർവം, ബ്രഹ്മയേവ ഇതം സർവം, ആത്മൈവൈദം സർവം, ഇതെല്ലാം ആത്മാ തന്നെയാണ്. സർവം ഖൽവിദം ബ്രഹ്മ, ഇതം സർവം ബ്രഹ്മ ഖലു, ഇതെല്ലാം ബ്രഹ്മമാണല്ലോ, ബ്രഹ്മം തന്നെയാണല്ലോ എന്നൊക്കെയുള്ള വേദവാക്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ കാണുന്നതെല്ലാം സത്താണ്, നമ്മൾ കാണുന്ന നാനാത്വത്തെ മാറ്റിവെച്ച് കാണണമെന്ന് മാത്രം. സത്ത് അഭിമൃശന്തി, ഇതിന് സത്യത്വമുണ്ട് എന്ന് സദ്വാദികൾ എന്ന് അവരെ പറയും. ജഗത്ത് പൂർണ്ണമായിട്ടും ഇല്ലാത്തതല്ല, ജഗത്തിന് അസ്തിത്വമുണ്ട്, അത് ആ സത്യം തന്നെയാണ്. യത് സത്തയാ സദാഭാതി ജഗതേതദസത് സ്വതഃ സദാഭാസമസത്യസ്മിൻ ഭഗവന്തം ഭജാമ്യഹം. അപ്പോ ഏതൊന്നിന്റെ സത്ത് കൊണ്ടാണോ ഈ അസത്തായിരിക്കുന്ന ജഗത്ത് പ്രകാശിക്കുന്നത്, വാസ്തവത്തിൽ അസത്താണെങ്കിലും ഒന്നിന്റെ സത്തയുള്ളത് കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, കനകസ്യ വികൃതിം തദാത്മതയാ നത്യജന്തി. കനകസ്യ വികൃതി, കനകം സ്വർണം, സ്വർണത്തിന്റെ വികൃതി വികാരം. അപ്പൊ സ്വർണത്തിന്റെ വികാരമായിട്ടുള്ള ആഭരണങ്ങളെ, മാല, വള, കമ്മൽ, പാദസരം, അല്ലെ, അരഞ്ഞാണം, എന്തു തന്നെ ആയിക്കോട്ടെ, അതിന് പൊട്ടിയാലും കഷ്ണങ്ങളായാലും ചളുങ്ങിയാലും നിറം മങ്ങിയാലും ഉപേക്ഷിക്കുവോ ആരെങ്കിലും? കനകസ്യ വികൃതിം തദാത്മതയാ നത്യജന്തി. തദാത്മതയ, കനകാത്മതയ,
എല്ലാം കനകമാണ് എന്നറിഞ്ഞുകൊണ്ട് നത്യജന്തി. അപ്പോൾ ഒരു ആഭരണങ്ങളിൽ സ്വർണദൃഷ്ടിയുള്ള ഒരാൾക്ക് ആഭരണങ്ങൾ എങ്ങനെയായാലും അതിന്റെ രൂപം എന്തായാലും അത് കേടുവന്നാലും ചതഞ്ഞാലും അരഞ്ഞാലും നശിച്ചാലും അഴുക്കിൽ വീണാലും മലത്തിൽ വീണാലും അവരുപേക്ഷിക്കില്ല, അല്ലേ? അതിന്റെ സ്വർണത്തിന്റെ സത്യത്വം അറിയാത്ത ആളുകളാണെങ്കിൽ, അയ്യോ അഴുക്ക് പിടിച്ചൊന്നും എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അരഞ്ഞാണം എനിക്ക് വേണ്ട, പാദസരം വേണ്ട, വല്ലവരൊക്കെ കാലിലിട്ടതൊക്കെ എനിക്കെന്തിനാ, വല്ലവരുടെയൊക്കെ അരയിൽ കെട്ടി ചെളിയൊക്കെ ആയിട്ടുള്ളതൊക്കെ എനിക്കെന്തിനാ, അല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാം സ്വർണത്തിന്റെ തത്വം അറിയാത്തവർ. എന്നാൽ കള്ളന്മാർക്കോ ഗോൾഡ് സ്മിത്തുകൾക്കോ സ്വർണ്ണ കച്ചവടക്കാർക്കോ സംശയമുണ്ടോ? സ്വർണം സ്വർണമാണെന്നാണ് അവർ കാണുന്നത്. അത് ഏത് ആഭരണ രൂപത്തിലിരുന്നാലും. അപ്പൊ ഏത് ആഭരണ രൂപത്തിനും സത്യത്വം കൊടുക്കുന്നത് എന്താണ്? സ്വർണം എന്ന വസ്തു. അതുപോലെ ഈ കാണുന്ന ജഗത്തുക്കളാകുന്ന ആഭരണത്തിന് സത്യത്വം കൊടുക്കുന്നത് ബ്രഹ്മം എന്ന സ്വർണമാണ്. അതാണ് ഇവിടെ കനകസ്യ വികൃതിം തദാത്മതയാ നത്യജന്തി, ഉപേക്ഷിക്കുന്നില്ല. അപ്പൊ ഈ ജഗത്തിനെയും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, അതിനെ ബ്രഹ്മമായിട്ട് കണ്ടാൽ മതി. ദൃഷ്ട്യം ജ്ഞാനമയീം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത്. ഈ ജഗത്തിനെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ജഗത്തിനെ ഉപേക്ഷിക്കേണ്ടതില്ല, ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഈ ജഗത്തിനെ നിങ്ങൾ കണ്ട് ഭ്രമിക്കാതിരിക്കുക. നിങ്ങൾ എവിടെ തൊട്ടാലും ഏത് വസ്തുവിൽ തൊട്ടാലും അത് അതിന്റെ സത്തയായിരിക്കുന്ന വസ്തു ഒന്നാണ്. അതുകൊണ്ട് ഈശ്വരനെ തന്നെയാണ് തൊടുന്നത്. തൊടാനൊന്നുമില്ല, ആകാശമേ ഉള്ളുവെങ്കിലും ആ ആകാശവും ആ സത്ത തന്നെയാണ്. ഈ ആകാശത്തിന് ഉണ്മ കൊടുക്കുന്നതും ആ സത്ത തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ തൊട്ടാലും തൊടാതിരുന്നാലും എന്തിന്റെ ലാഭവും നഷ്ടവും എല്ലാം ഒരുപോലെയാണ്. വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ആ വെള്ളത്തിൻ്റെ മുകളിൽ എന്തെല്ലാം സംഭവിച്ചാലും, എത്ര തിരമാലകൾ ഉണ്ടായാലും, ചെറുതും വലുതും നുരയും പതയും എല്ലാം ഒരുപോലെയാണ്. അത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എന്നതുപോലെ ആ ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ നിമഗ്നരായിരിക്കുന്നവർക്ക് തലയ്ക്ക് മീതെ തണ്ണി പോന ചാണെന്ന മുളമെന്ന എന്ന് പറയും തമിഴിൽ. തലയ്ക്ക് മീതെ വെള്ളം നമ്മുടെ തലയ്ക്ക് മുകളിലാണെങ്കിൽ, നമ്മൾ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ, അത് ഒരു ചാണാണെങ്കിലും ഒരു മുളമാണെങ്കിലും ഒരേ അനുഭവമാണ്. അപ്പൊ എല്ലാറ്റിലും സമദർശനം, എല്ലാറ്റിലും സദ്ദർശനം, എല്ലാറ്റിലും ബ്രഹ്മദർശനം. അങ്ങനെ ചില ആളുകൾ ഈ ജഗത്ത് സത്തായിക്കോട്ടെ, ഞങ്ങളതിനെ അംഗീകരിക്കുന്നു, ഞങ്ങളതിൽ ആ പരമസത്തയെ ദർശിക്കുന്നു. ആ പാരമാർത്ഥിക സത്യം ദർശിക്കുന്നവർ ഈ ജഗത്തിനെ ഉപേക്ഷിക്കുന്നില്ല. നത്യജന്തി സ്വകൃതം ഇതം അനുപ്രവിഷ്ടം ആത്മതയാ അവസിതം. സ്വകൃതം ഇതം, ഇവിടെ സ്വകൃതം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ, ആത്മാവിനാൽ, ഈശ്വരനാൽ കൃതം, തന്നാൽ ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഇതം, ഈ ജഗത്തിൽ അനുപ്രവിഷ്ടം, എല്ലാറ്റിലും അനുപ്രവേശിച്ചിരിക്കുന്നവൻ ആ ഭഗവാൻ തന്നെയാണ്. താൻ തന്നെ ഇതില് അഭിന്ന ഉപാദാന നിമിത്ത കാരണങ്ങളായി വ്യാപിച്ചിരിക്കുന്നു. ക്ഷേത്രമായും ക്ഷേത്രജ്ഞനായും ഇരിക്കുന്നത്, അല്ലേ? ശരീരമായും അതിലുള്ള സൂക്ഷ്മ ശരീരമായും ചൈതന്യമായും എല്ലാം വ്യാപിച്ചിരിക്കുന്നത് ഒരേ വസ്തു, രണ്ടില്ല. ഏകമായ കാരണം തന്നെയാണ് ഈ പലതായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണയെ നീക്കി ഏകത്വത്തെ ദർശിക്കുക. അപ്പൊ സുഹൃതം ഇതം അനുപ്രവിഷ്ടം ആത്മതയാ അവസിതം, അവസിതം വ്യവസിതം.
വ്യവസിതം നിശ്ചിതം, അവര് അതിനെ നിശ്ചയിച്ചിരിക്കണു എന്നർത്ഥം. അപ്പൊ ഈ ലോകം ഈശ്വര സ്വരൂപമാണെന്ന് ഉറപ്പോടുകൂടി സകല ചരാചരങ്ങളെയും അവർ സമദൃഷ്ടിയോടെയും ആരാധനയോടെയും പ്രേമിക്കുന്നു. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ എന്ന് ഭാഗവതോത്തമനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ്. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം, സർവഭൂതങ്ങളിലും ആരാണോ ഭഗവത് ഭാവത്തെ ദർശിക്കുന്നത്, ഭൂതാനി ഭഗവതി, ഭൂതങ്ങളെല്ലാം ഭഗവാനിലും, ആത്മനി തന്നിലും, തന്നെ ജഗത്തിലും, തന്നെ ഈശ്വരനിലും, ഈശ്വരനും ജഗത്തും ജീവനും തമ്മിൽ ഭേദമില്ലാതെയും ആര് ദർശിക്കുന്നുവോ, അദ്വൈത ദർശനം, വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭഃ, എല്ലാറ്റിലും വാസുദേവനെ ദർശിക്കുന്നവൻ മഹാത്മാ, അങ്ങനെയുള്ള മഹാത്മാക്കൾ ഈ ലോകത്തിൽ സുദുർലഭഃ. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭഃ. അനേക ജന്മങ്ങളുടെ അവസാനത്തിലാണ് ഒരാൾ, അയാളുടെ ജന്മങ്ങൾ അവസാനിച്ചു, ഇനിയൊരു ജന്മമില്ല അയാൾക്ക്. അങ്ങനെയുള്ളൊരു ശുദ്ധാത്മാവാണ് വാസുദേവ സർവമിതി എന്ന് ദർശിക്കുന്നത്. അങ്ങനെയുള്ള മഹാത്മാക്കൾ സുദുർലഭം എന്ന്. അപ്പൊ എങ്ങനെയാണോ കള്ളന്മാരും സ്വർണപ്പണിക്കാരും സ്വർണത്തിൽ അതിൻ്റെ ആഭരണ വികാരങ്ങളിലൊന്നിലും ഭേദബുദ്ധിയില്ലാതെ സ്വർണത്തെ ദർശിക്കുന്നത് അല്ലേ? ഒരു ഗോൾഡ് സ്മിത്തിനെ സംബന്ധിച്ച് ഏതാഭരണം കിട്ടിയാലും അയാൾക്ക് ഇഷ്ടമുള്ള ആഭരണമായിട്ട് അയാൾക്ക് മാറ്റിയെടുക്കാം, പണിക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ ഈ പണിക്കൂലി എന്ന് പറയുന്ന തട്ടിപ്പ് ഏതൊക്കെ രീതിയിലാണ് ഓരോ ജ്വല്ലേഴ്സും മുതലാക്കുന്നത് അതുപോലെ ഇരിക്കും. നമുക്ക് നഷ്ടമുണ്ടാവും. ഒരു ഗോൾഡ് സ്മിത്തിനെ സംബന്ധിച്ച് പണിക്കൂലി ബാധകമേ അല്ല. അയാൾക്കറിയാം തൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഈ ആകൃതിയിലുള്ള സ്വർണമാണെങ്കിലും ഞാനതിനെ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് മാറ്റിയെടുക്കാം. അയാൾക്കൊരു അറിയില്ല. കള്ളനെ സംബന്ധിച്ച് അയാൾ ആഭരണം അപഹരിക്കുന്നത് കഴുത്തിലിടാനോ കാതിലിടാനോ കയ്യിലിടാനോ അല്ല. അയ്യോ എനിക്ക് വളയാണ് കിട്ടിയത്, ഞാൻ അരഞ്ഞാണമാണ് പ്രതീക്ഷിച്ചത് എന്നൊന്നും ഒരു കള്ളൻ വിചാരിക്കില്ല. അരഞ്ഞാണം കിട്ടിയിരുന്നെങ്കിൽ അരയിൽ കെട്ടാമായിരുന്നു എന്നൊന്നും ഒരു കള്ളൻ പറയില്ല. അയാൾക്ക് ഇതൊരു 1/2 കിലോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ പണം കിട്ടുമായിരുന്നു എന്നേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഭ്രമമില്ല. ഏകത്വം അനുപശ്യത. അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഭക്തന്മാർ ഈ ഭഗവാനിൽ സത്യം പരം ധീമഹി എന്നുള്ള ആ ഭാവനയോടുകൂടിയവർ അവരാണ് ശ്രേഷ്ഠൻ എന്ന് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞുറപ്പിക്കുകയാണ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.